ഹായ്, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th ചാപ്റ്ററായ ടാൻജൻസ് ആണ്. നമുക്ക് ഒരു സർക്കിൾ എന്താണ്, അതേപോലെ തന്നെ റേഡിയസ്, ഡയമീറ്റർ, കോഡ്സ് ഇതെല്ലാം നമുക്ക് പരിചയമുണ്ടല്ലോ. നമുക്ക് നോക്കാം എന്താണ് ഒരു സർക്കിൾ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മളൊരു സർക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് എന്നും സെന്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനിനെ ഡയമീറ്റർ എന്നും വിളിക്കാം. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ. ദാറ്റ് മീൻസ് ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ്. ഒരു സർക്കിളിൽ തന്നെ ഒന്നിലധികം റേഡിയസും ഒന്നിലധികം ഡയമീറ്റേഴ്സും നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഈ റേഡിയസ് എല്ലാം ഈക്വൽ ആണ്, അതേപോലെ തന്നെ ഡയമീറ്റേഴ്സ് എല്ലാം ഈക്വൽ ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെ കോഡ് അഥവാ ഞാൻ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരുപാട് കോഡ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്താൽ മതി. സർക്കിളിലെ ഡയമീറ്റർ ആണ് ആ സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് എന്ന് മാത്രമല്ല, സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഡിസ്റ്റൻസ് കൂടുന്തോറും കോഡിന്റെ ലെങ്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഡയമീറ്ററിനോട് അടുത്ത് കിടക്കുന്ന കോഡിന് ലെങ്ത് കൂടുതലായിരിക്കും കമ്പാരിറ്റീവ്ലി അകലെ കിടക്കുന്ന കോഡിന്. ഓക്കെ, ഇതേപോലെ നമ്മളൊരു കോഡ്സ് ഇതേപോലെ വരച്ചു പോവുകയാണെങ്കിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന ഈ പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ദാറ്റ് മീൻസ് കോഡ് വരയ്ക്കുകയാണ്. ഇതിപ്പോൾ ഡയമീറ്റർ ആണ്. ഇതേപോലെ നമുക്ക് ഒരുപാട് കോഡ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. എയെ ടച്ച് ചെയ്ത് പോകുന്ന ഒരുപാട് കോഡ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? എന്താണ് ഇതിൻ്റെ എല്ലാം പ്രത്യേകത? ഈ ആദ്യം വരച്ച ഡയമീറ്ററിനെക്കാട്ടിലും ലെങ്ത് കുറവാണ്. ദാറ്റ് മീൻസ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കോഡിന്റെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ഇതിൽ പ്രകാരം തന്നെ നമ്മൾ ഒരുപാട് കോഡ്സ് നമ്മൾ എയിലൂടെ പോകുന്ന കോഡ്സുകൾ നമ്മളിങ്ങനെ വരച്ച് വരച്ച് പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം സർക്കിളിന്റെ പുറത്തോട്ടും ദാറ്റ് മീൻസ് ഒരു ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് എയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് പി ക്യു എന്ന് പറയുന്നത്. ഈ പി ക്യു ലൈനിന്റെ പ്രത്യേകത എന്താണ്? യെസ്, ഈ ലൈൻ എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. എ എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തു പോകുന്ന പി ക്യു ലൈനിനെ നമുക്ക് വിളിക്കാം ടാൻജൻസ് അഥവാ സ്പർശരേഖ. ഓക്കെ, ഇതിൽ വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്തു പോകുന്ന പി ക്യു എന്ന ടാൻജന്റും എ ബി എന്ന ഡയമീറ്ററും കൂടി പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് പി ക്യു പെർപെൻഡിക്കുലർ ടു എ ബി. അതായത് പി എ ബി എന്ന് പറയുന്ന ആംഗിളും അതേപോലെ തന്നെ ക്യു എ ബി എന്ന് പറയുന്ന ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എ എന്ന പോയിന്റിൽ മാത്രം പാസ് ചെയ്തു പോകുന്ന ലൈനാണ് പി ക്യു. അതായത് പി ക്യു എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ്. എ ബി എന്ന ഡയമീറ്റർ പി ക്യു എന്ന ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ ഒരു പോയിന്റിലൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആ ടാൻജന്റ്. ദാറ്റ് മീൻസ് പി ക്യു പെർപെൻഡിക്കുലർ ടു എ ബി. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. The tangent at a point on a circle is perpendicular to the diameter through that point. Okay, and also that angles make 90 degree. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോയിന്റിലൂടെ എത്ര ടാൻജന്റ് വരയ്ക്കാം എന്നുള്ളതാണ്. ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ.
ഇപ്പോൾ ഇവിടെയാണ് ഒരു പോയിന്റ് എങ്കിൽ ആ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് മാത്രം വരയ്ക്കണം. ബി ആണ് നമ്മുടെ പോയിന്റ് എങ്കിൽ ബിയിലൂടെ ഒരു ടാൻജന്റ് മാത്രം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല ആ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് ആ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ 90 ഡിഗ്രീസ് മേക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ടാൻജന്റ് എങ്കിൽ ഈ പോയിന്റിലൂടെയാണ് ഈ ടാൻജന്റ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് ഈ ഇതിലൂടെ വരയ്ക്കുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോയിന്റ് സർക്കിളിന് പുറത്തുണ്ട് എങ്കിൽ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ടാൻജൻസ് വരയ്ക്കുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം എത്ര ടാൻജൻസ് വരയ്ക്കാനായിട്ട് സാധിക്കും? യെസ്, ഒരു പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരയ്ക്കാനായിട്ട് സാധിക്കും. എന്തായിരിക്കും ഈ 2 ടാൻജൻസിനുള്ള പ്രത്യേകത? യെസ്, ഈ 2 ടാൻജൻസിനും ഈക്വൽ ലെങ്ത് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ കഴിയുള്ളൂ. ആ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഡയമീറ്റർ ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മൂന്നാമതായി നമ്മൾ പറഞ്ഞു ഇവിടെ മേക്ക് ചെയ്യുന്ന 2 ആംഗിൾസും 90 ഡിഗ്രീസ് ആയിരിക്കും. ദെൻ ഫോർത്ത് വൺ, സർക്കിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് അറ്റ് എ ടൈം 2 ടാൻജൻസ് വരയ്ക്കാം. ആ 2 ടാൻജൻസിനും ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് കൊണ്ടുകൊണ്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ എ ട്രയാങ്കിൾ ഈസ് formed by a tangent to a circle, the radius through the point of contact and a line through the center. Draw this picture. അതായത് ഈ തന്നിരിക്കുന്ന ഫിഗറിനെ നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കണമെങ്കിൽ ആദ്യം സർക്കിളിന്റെ റേഡിയസ് അറിയണം. റേഡിയസ് 2.5 സെന്റിമീറ്റർ ആണ്. 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചതിന് ശേഷം സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യമായി നമുക്ക് ഈ ട്രയാങ്കിളിനെ നെയിം ചെയ്യാം. എ ബി സി. എ എന്നത് സർക്കിളിന്റെ സെന്ററും ബി സർക്കിളിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റും സി എന്നത് ഓൺ ദ സർക്കിളിലെ പോയിന്റുമാണ്. ഓൺ ദ സർക്കിളിലെ പോയിന്റിലൂടെ ബി സി എന്ന ലൈൻ പാസ് ചെയ്തു പോകുന്നു. ദാറ്റ് മീൻസ് ബി സി എന്നത് സർക്കിളിന്റെ ടാൻജന്റ് ആണ്. ടാൻജന്റ് സർക്കിളിന്റെ ഡയമീറ്ററുമായി ദാറ്റ് മീൻസ് റേഡിയസുമായി പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്കറിയാം. അതായത് ഇവിടെ ഫോം ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ ബി സി എ ഈക്വൽ ടു 90 ഡിഗ്രി. ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ സി 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ദിസ് ട്രയാങ്കിൾ ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം ഈ ട്രയാങ്കിൾ സാറ്റിസ്ഫൈ ചെയ്യും. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ്. സോ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ബേസ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 2.5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ സൈഡിനെ ബേസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. So hypotenuse square 5 square 25 minus altitude square that is 2.5 the whole square. 25 square എന്ന് പറയുന്നത് 625 ആണ്. So 2.5 the whole square is equal to 6.25. That is base square is equal to
25 minus 6.25, that is 18.75. That is base square is equal to 18.75. So base is equal to square root of 18.75, that is equal to 4.33. 4.33 approximate എന്ന് പറയുന്നത് 4 ആണ്. So base equal to 4. So BC is equal to base equal to 4 centimeter. Okay. ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി. ഈ 4 മെഷർമെന്റ്സും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സർക്കിൾ വരച്ചിട്ട് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ ടു എ സർക്കിൾ അറ്റ് ദ 2 ends of a diameter are parallel. അതായത് ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ 2 എൻ പോർഷൻസിലുമായി ഒരു ടാൻജൻസ് വരച്ചിട്ടുണ്ട്. ഈ ടാൻജൻസ് പാരലൽ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു പോയിന്റിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈനാണ് ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്തു പോകുന്ന ഡയമീറ്ററിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യും എന്നത്. എ ബി പി ക്യു 2 ടാൻജൻസ് ആണെങ്കിൽ എം എൻ ആണ് ഡയമീറ്റർ എങ്കിൽ നമുക്ക് പറയാം എ ബി പെർപെൻഡിക്കുലർ ടു എം എൻ. സോ ആംഗിൾ എ എം എൻ ഈക്വൽ ടു ആംഗിൾ ബി എം എൻ ഈക്വൽ ടു 90 ഡിഗ്രി. Same, MN perpendicular to PQ. So MNP angle 90 degree, and also angle QNM equal to 90 degree. Angle M angle N 90 degree ആയതുകൊണ്ട് തന്നെ ഈ 2 ആംഗിൾസും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇന്റീരിയർ ആംഗിൾസ് 2 പാരലൽ ലൈൻസിനാണ് നമ്മൾ പറയാറുള്ളത്. സോ എ ബിയും പി ക്യൂവും പാരലൽ ആണ് എന്ന് കിട്ടി. ഈ 2 ആംഗിൾസും കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ലൈൻസിന്റെ ഉള്ളിലായിട്ടാണ് ആ ആംഗിൾസ് ഉള്ളത് എന്ന് മാത്രമല്ല ഇവരുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോ ഇന്റീരിയർ ആംഗിൾസ് 180 ഡിഗ്രി എന്നുള്ളത്. 90 plus 90 equal to 180 degree. That means co-interior angles 180 degree ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 2 ആംഗിൾസും co-interior angles ആണ്. അതേപോലെ തന്നെ താഴെ ഫോം ചെയ്ത 2 ആംഗിൾസും ബി എം എന്നും ക്യു എൻ എമ്മും co-interior angles ആണ്. co-interior angles നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാറ്? യെസ്, പാരലൽ ലൈൻസിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എ ബി പാരലൽ ടു പി ക്യു. നമ്മളോട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഈ 2 ലൈൻസ്, ദാറ്റ് മീൻസ് ഡയമീറ്ററിന്റെ 2 എൻ പോർഷൻസിലുമായി വരച്ച ഈ 2 ലൈൻസ് പാരലൽ ലൈൻസ് ആണ് എന്നുള്ളതാണ്. സോ ഹെൻസ് ദ പ്രൂഫ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സോർട്ട് ഓഫ് എ quadrilateral ഈസ് ഫോംഡ് ബൈ ദ ടാൻജൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് 2 perpendicular diameters of a circle. അതായത് സർക്കിളിന്റെ 2 പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് ആണ് ഇവ. നെയിം ചെയ്യാം എ ബി സി ഡി. എ ബി സി ഡി എന്നിവ 2 പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് ആണ്. അതായത് സെന്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന 2 ലൈൻസ് ആണ്. ഈ ഡയമീറ്റേഴ്സിന്റെ എൻഡ്സിലൂടെ ലൈൻ വരച്ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ടാൻജന്റ് വരച്ചിരിക്കുകയാണ്. എയിലൂടെ വരച്ച ടാൻജന്റ് ആണ് പി ക്യു. ഡി എന്ന പോയിന്റിലൂടെ വരച്ച ടാൻജന്റ് ആണ് ക്യു ആർ. ബി എന്ന എൻ പോയിന്റിലൂടെ വരച്ച ടാൻജന്റ് ആണ് ആർ എസ്. സി ഡി എന്ന ഡയമീറ്ററിന്റെ സി പോയിന്റിലൂടെ വരച്ച ടാൻജന്റ് ആണ് പി എസ്. ഈ ടാൻജൻസ് 4 പോയിന്റ്സിലൂടെ 4 ടാൻജൻസ് വരച്ചു കഴിഞ്ഞപ്പോൾ അതിനെ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ക്വാഡ്രിലാറ്റർ ആണ്. ഈ ക്വാഡ്രിലാറ്ററിന്റെ
പ്രത്യേകതയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. പി ക്യു, ക്യു ആർ, ആർ എസ് ആൻഡ് പി എസ് ടാൻജൻസ് ആണെന്ന് പറഞ്ഞു. ഒരു ടാൻജന്റും ആ പോയിന്റിലൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്ന ഡയമീറ്ററും കൂടി 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു എന്നറിയാം. സോ സി എന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന പി എസ് എന്ന ടാൻജന്റും സി ഡി എന്ന ഡയമീറ്ററും കൂടി 90 ഡിഗ്രി മേക്ക് ചെയ്യും. അതേപോലെ എ എന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന പി ക്യു എന്ന ടാൻജന്റും എ ബി എന്ന ഡയമീറ്ററും തമ്മിൽ 90 ഡിഗ്രി മേക്ക് ചെയ്യും. ഡി എന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ക്യു ആർ എന്ന ടാൻജന്റും സി ഡി എന്ന ഡയമീറ്ററും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ബി എന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആർ എസ് എന്ന ടാൻജന്റും എ ബി എന്ന ഡയമീറ്ററും പെർപെൻഡിക്കുലർ ആണ്. സോ അവിടെയും നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ടാൻജൻസിനെ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടിയ ക്വാഡ്രിലാറ്ററൽ പ്രത്യേകതയാണ്. ക്യൂ എന്നത് ഈ സർക്കിളിന്റെ ഔട്ടർ പോയിന്റ് ആണ്. അതേപോലെ തന്നെ പിയും ഈ സർക്കിളിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റും, എസും ആറും സർക്കിളിന്റെ ഔട്ട്സൈഡിലുള്ള പോയിന്റ് ആണ്. അതായത് പി ക്യു ആർ എസ് എന്ന 4 പോയിന്റ്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർക്കിളിന്റെ ഔട്ട്സൈഡിലുള്ള 4 പോയിന്റ്സ് ആണ് ഇവയെല്ലാം. ഈ പോയിന്റിൽ നിന്നും നമുക്ക് സർക്കിളിലേക്ക് ടാൻജന്റ് വരച്ചു എന്നാണ് നമുക്കൊന്ന് മനസ്സിലാകുന്നത്. ക്യൂ എന്ന പോയിന്റിൽ നിന്നും വരച്ച ടാൻജൻസ് ആണ് ക്യു ഡിയും ക്യു എയും. ആർ എന്ന പോയിന്റിൽ നിന്ന് വരച്ച ടാൻജൻസ് ആണ് ആർ ഡിയും ആർ ബിയും. എസ് എന്ന പോയിന്റിൽ നിന്ന് വരച്ച ടാൻജൻസ് ആണ് എസ് ബിയും സി എസും. പി എന്ന പോയിന്റിൽ നിന്ന് വരച്ച 2 ടാൻജൻസ് ആണ് പി സിയും പി എയും. ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജൻസ് ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. അതായത് പി സിയുടെ ലെങ്തും പി എയുടെ ലെങ്തും ഈക്വൽ ആണ്. സോ എ ക്യു ഈക്വൽ ടു ക്യു ഡി. അതേപോലെ ആർ ഡി ഈക്വൽ ടു ആർ ബി. എസ് ബി ഈക്വൽ ടു സി എസ്. ശരിയല്ലേ? ഇനി നമുക്ക് ഈ സൈഡ്സിനെ ആഡ് ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് പി ക്യു പ്ലസ് എസ് ആർ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. പി ക്യുവും എസ് ആറും ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. പി ക്യു എന്ന് പറയുന്നത് പി എ പ്ലസ് എ ക്യു ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ക്യുവിന് പകരമായി പി എ പ്ലസ് എ ക്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. ദെൻ എസ് ആറിന് പകരമായി എസ് ബി പ്ലസ് ബി ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ബി പ്ലസ് ബി ആർ. നമുക്കറിയാം പി എ എന്ന് പറയുന്നത് പി സിയോട് ഈക്വൽ ആണ്. സോ പി എക്ക് പകരമായി കൊടുക്കാം പി സി. ദെൻ എ ക്യു എന്ന് പറയുന്നത് എ ക്യു ഡിക്ക് ഈക്വൽ ആണ്. എ ക്യു എന്ന് പറയുന്നത് ക്യു ഡിക്ക് ഈക്വൽ ആണ്. സോ എ ക്യുക്ക് പകരമായി ക്യു ഡി കൊടുക്കാം. ഓക്കെ. ദെൻ എസ് ബി എന്ന് പറയുന്നത് എസ് ബി ആണ്. ഇതിന് പകരമായി എസ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 2 ലെങ്ത് ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എസ് ബിക്ക് പകരമായി എസ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ബി ആർ. ദാറ്റ് മീൻസ് ബി ആർ ഈക്വൽ ടു ഡി ആർ. സോ ബി ആറിന് പകരമായി ഡി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് കിട്ടിയത് പി സി പ്ലസ് ക്യു ഡി പ്ലസ് എസ് സി പ്ലസ് ഡി ആർ. അതായത് ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് പി സി പ്ലസ് സി എസ്. പി സിയും സി എസും ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് പി എസ്. സോ പി എസ് പ്ലസ് ക്യു ഡി ഡി ആർ. That means QD plus DR, that is equal to QR. So PS plus QR opposite sides in the sum. PS plus QR node equal ആണ്.
അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് ലെങ്ത് ആണ് പി ക്യു പ്ലസ് എസ് ആർ എന്ന് പറയുന്നത് ഈ മറ്റു രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആയ പി എസ് പ്ലസ് ക്യു ആറിനോട് ഈക്വൽ ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം പരസ്പരം ഈക്വൽ ആണ് എന്നുള്ളതിനർത്ഥം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളതാണ്. അതായത് ഈ കിട്ടിയ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.